ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നോമ്പിൻ്റെ ഒരു ദിവസത്തെ മുഴുവൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിത് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലോട്ടേക്ക് വന്നിട്ടുള്ള കുറച്ച് വീഡിയോസായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിതൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കുക്കറിലാണ് പുഴുങ്ങിയെടുക്കുന്നുള്ളത്. അപ്പോൾ കുക്കറിൽ പുഴുങ്ങാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു 2 വിസിലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നാൽ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുള്ളത്. ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ഗ്യാസും ലാഭിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചപ്പോൾ കുറേ നേരമൊക്കെ ആവില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. പിന്നെയെന്ന് വെച്ചാൽ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴം ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പഴം ഇതുപോലെ 2 ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. വേറെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പഴങ്ങൾ മൊത്തത്തിലിങ്ങനെ വലിയതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നുള്ളത്. പിന്നെ 2 രീതിയിലും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുക്കറൊന്ന് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2ാമത്തെ വിസിലും കൂടി അടിച്ചതിന് ശേഷം കുക്കർ തുറക്കാമെന്ന് വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പഴം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ കാസർഗോഡ് സ്റ്റൈലിൽ ഒരു എളുപ്പത്തിൽ പൊരിക്കാൻ പറ്റിയൊരു പഴംപൊരിയുടെ ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനിയായിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്റ്റൈലിലുള്ള പഴംപൊരിയാണ്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നല്ല പഴുത്ത പഴമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഇവിടെ പഴം നല്ല പഴുപ്പില്ലാത്ത പഴമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴവും ബാറ്ററും ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കവറ് പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ട പാലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കാനും കൂടിയുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റുമാൽ പഴമാണ്. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 റുമാലിൻ്റെ പഴം ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അനാറ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കട്ടപ്പാലൊന്ന് ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് കുത്തിയടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ചപ്പാത്തിക്കോല് വെച്ചിട്ടാണ് കുത്തിയെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 2 കവർ പാലും ഞാൻ ഇതുപോലെ കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഐസൊക്കെ നല്ല പോലെ എന്താ പറയുക ഒരു ക്രീമി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 കവർ പാലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളവും പോലും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളെപ്പോഴും നല്ല ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കട്ടപ്പാലൊന്ന് ഉടച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളവും കൂടി ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റില്ലേ, അപ്പോൾ അതൊരു നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഷോപ്പിലൊക്കെ പോയിട്ട് കഴിക്കാറില്ല. അപ്പോൾ അതുപോലുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുള്ളത്.
അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത് ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഈ റുമാൽ പഴം ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. എന്നിട്ട് അതിൻ്റെ നീരൊന്ന് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുക. ആ അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ നീര് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കട്ടപ്പാലിട്ടിട്ട് അടിക്കുക. അപ്പോൾ നമ്മൾ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ട് കിട്ടും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പിന്നെ ഞാൻ വേഗം ഒന്ന് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പഴംപൊരി മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ സമൂസ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പഴംപൊരി മാത്രമാണ് ഇന്ന് ഉണ്ടാക്കുന്നുള്ളത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടെ ചോദിക്കാമെന്ന് വീഡിയോ എന്താ ഡെയിലി ഇടാത്ത ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ നേരത്തെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ എഡിറ്റ് ആക്കാനും അപ്ലോഡ് ആക്കാനൊക്കെ കുറേ ടൈം വേണമല്ലോ. അപ്പോൾ അങ്ങനെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാത്തത്. അപ്പോൾ കുറേ വീഡിയോ ഇങ്ങനെ പെൻഡിങ്ങിലുണ്ട് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഒരു ട്രിപ്പ് പഴംപൊരി ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഒരു സർവത്തും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ സർവത്താണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നല്ല കസ്കുസൊക്കെ ഇട്ടിട്ടുള്ള നല്ല തണുത്ത എന്താ പറയുക ചെറുനാരങ്ങയുടെ സർവത്താണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ പഴയ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കുന്നത് പോലുള്ള സർവത്താണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് നമ്മുടെ കസ്കുസാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുനാരങ്ങ സർവത്ത് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ കസ്കുസൊക്കെ ഇട്ട ചെറുനാരങ്ങ സർവത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി വെച്ചാൽ ബാങ്ക് കൊടുക്കാറാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അതിനിടയിൽ കുറേ ജോലികളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അതൊക്കെ മൊത്തത്തിലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് മുട്ടക്കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടക്കോഴി ഒന്ന് ഞാൻ നല്ലൊരു അടിപൊളി മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഗീ റൈസ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ നീരുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ ഈ ജോലിയും കൂടി ചെയ്തിട്ട് പോവാലോ ഒന്നിച്ചിട്ട് വേഗം തന്നെ ഞാൻ നീരുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലാണ് ഞാൻ വെക്കുന്നുള്ളത്. അപ്പോൾ മുട്ടക്കോഴി എപ്പോഴും കുക്കറിൽ വേവിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും വെന്ത് കിട്ടാറില്ല. അപ്പോൾ ഒരു 5-6 വിസിലൊക്കെ അടിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ മുട്ടക്കോഴിക്ക്. അപ്പോൾ ഞാൻ വേഗം തന്നെ കുക്കറിൽ ഒന്ന് ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നല്ല അടിപൊളി മുട്ടക്കോഴി മസാല കുക്കറിൽ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാനിപ്പോൾ നമ്മുടെ മുട്ടക്കോഴി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുട്ടക്കോഴിയുടെ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ കോഴിയുടെ കറിയൊക്കെ ഉണ്ടാക്കുന്നില്ല, അപ്പോൾ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു കോഴിക്കറിക്കാന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും കോഴിക്കറി ആയാലും മസാല ആയാലും എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എൻ്റെ അത്ര വരില്ല കേട്ടോ കോഴിക്ക്. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും
പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് അതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാനിപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരും വരെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേഗം ഞാൻ മൊത്തത്തിലൊന്ന് അടുപ്പത്താക്കിയതിന് ശേഷം നോമ്പ് തുറക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ വാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എനേബിൾ ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കാണാം. അസ്സലാമു അലൈക്കും.